ഡൽഹി ഭീകരാക്രമണത്തിൽ ഒരു യുവതി കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഡോക്ടർ ഷഹീൻ എന്ന യുവതിയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർ മുസ്മീലിന്റെ സുഹൃത്താണ് ഡോക്ടർ ഷഹീൻ. കശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള സജാദ് അഹമ്മദ് മല്ല എന്ന ഡോക്ടറും അറസ്റ്റിലായി. ഡൽഹിയിൽ നടന്ന ചാവേർ ആക്രമണമെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ അൽ ഫലഹ മൊഡ്യൂളാണ് ആക്രമണം നടത്തിയതെന്നാണ് ഡൽഹി പോലീസിന്റെ ഇപ്പോഴത്തെ സ്ഥിരീകരണം. വിവരങ്ങൾ എസ് നന്ദഗോപനാണ് നൽകുന്നത്. നന്ദൻ, ഈ അറസ്റ്റ് കൂടുകയാണ്. ഇപ്പോൾ മറ്റൊരു വനിത കൂടി ഈ ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുകയാണ്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം എന്താണ്? ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ ഇവർക്കുള്ള ബന്ധം എന്താണെന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. നന്ദൻ, ഗൗതം, ഫരീദാബാദിലെ ഒരു യൂണിവേഴ്സിറ്റി, ഒരു സർവകലാശാലയാണ് ഈ അൽഫല എന്നുള്ളത്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, അതിൽ ഭൂരിഭാഗവും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും അതേപോലെ തന്നെ മിനിഞ്ഞാന്നുമായൊക്കെ നടന്ന സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ NIAയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസും അവിടെ ഈ കോളേജിൽ റെയ്ഡ് നടത്തുകയുണ്ടായി. ഈ റെയ്ഡിൽ ചില വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. അതായത് ഈ അൽഫല മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇന്നലെ നടന്ന സ്ഫോടനം, അതായത് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൈകൾ നീളുന്നത് അല്ലെങ്കിൽ അതിന്റെ വേരുകൾ എത്തപ്പെടുന്നത് ജെയ്ഷെ മുഹമ്മദിലേക്കാണ് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉമർ എന്നുള്ള അയാൾ ചാവേറാകുകയായിരുന്നു എന്നുള്ളതും ഇതിനോടകം തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുവാൻ വേണ്ടിയുള്ള DNA പരിശോധനകൾ നടക്കുകയാണ്. ഇയാളുടെ രക്ഷിതാക്കളെ ജമ്മു കാശ്മീരിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരും ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അവരെയും ഇതുകൂടാതെയാണ് മറ്റ് രണ്ടുപേരുടെ അറസ്റ്റ് കൂടി ഇന്ന് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ ഷഹീൻ എന്നുള്ള ഒരു യുവതിയാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്ക് ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കശ്മീരിലും ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട്. പുൽവാമയിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. സജാദ് അഹമ്മദ് മല്ല എന്ന ഡോക്ടറാണ്. അതായത് ഇന്ന് അറസ്റ്റിലായ രണ്ടുപേരും ഡോക്ടർമാരാണ് എന്നുള്ളതാണ്. അതായത് ഈ അൽഫല എന്നുള്ള മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ളൊരു മൊഡ്യൂൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ കൂടുതലായി ലഭ്യമാകുന്നത്. ആ മൊഡ്യൂളിന്റെ പദ്ധതി അല്ലെങ്കിൽ അവർക്ക് നിശ്ചയിച്ച, അവർക്ക് നിയോഗിച്ചതായിരുന്നു ഇത്തരത്തിൽ ഡൽഹിയിലടക്കം സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അമോണിയം നൈട്രേറ്റ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചത്. ഈ 2900 കിലോ അമോണിയം നൈട്രേറ്റ് മാത്രമല്ല, ഇതുകൂടാതെ ഉഗ്രസ്ഫോടന ശേഷിയുള്ള മറ്റ് വസ്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട് IED ബോംബ് സ്ഫോടനത്തിന് ആവശ്യമായ വസ്തുക്കളും ഇവർ സംഭരിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചില കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സ്ഫോടക വസ്തുക്കളും അതേപോലെ തന്നെ IED നിർമ്മാണത്തിലുള്ള സാമഗ്രികളും ഇവരുടെ മൊഡ്യൂളിന്റെ തന്നെ ഭാഗമായ മറ്റ് ചിലരിൽ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷനുകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇന്നലെ വൈകുന്നേരം മുഴുവൻ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത പുലർത്തിയിരുന്നു പോലീസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഭാഗമായി, അതായത് ഈ ഉമറിലേക്ക് എത്തപ്പെടുമെന്നുള്ള ഏതാണ്ട് അവസാന നിമിഷത്തിലാണ് ഉമർ ഈ കടുങ്കൈക്ക് അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിലേക്ക് ഉമർ എത്തുവാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാകുന്നത്. അയാൾ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർമാരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ ഉമറിലേക്കുള്ള വഴികൾ അവർ തുറന്നിട്ടിരുന്നു, അല്ലെങ്കിൽ അവർ കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉമറിനെ അറസ്റ്റ് ചെയ്യുവാൻ, അയാളെ പിടികൂടാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അയാൾ ചാവേറാകുകയും അയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തുകയും ചെയ്തിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും മരണസംഖ്യ വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മരണം 13ലേക്ക് എത്തി എന്നുള്ളതാണ്. ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീണ്ടും മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകി വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ നിലവിൽ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിക്കഴിഞ്ഞു. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 4 പേരെ കസ്റ്റഡിയിൽ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. അതുകൂടാതെ ഒരു 14 പേരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിക്ക് പുറത്തു നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ 4 പേർ, ആദ്യം പറഞ്ഞ 4 പേർ എന്നുള്ളത് അവർ ഈ സ്ഫോടനം നടന്ന സമയത്ത് സമീപത്തെ ചില ഹോട്ടലുകളിൽ സംശയാസ്പദമായി കണ്ട ചില 4 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൂടാതെയാണ് 14 പേരെ ഡൽഹിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യലിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആ ജെയ്ഷെ മുഹമ്മദിന്റെ മൊഡ്യൂളാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ഈ ഡോക്ടർ അയാളുമായി ബന്ധപ്പെട്ടും തുടരന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ മൊഡ്യൂളുകൾ സ്ഫോടക വസ്തുക്കളുമായി ഈ രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതുങ്ങിയിരിക്കാമെന്നുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി ശക്തമായ അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. മാത്രമല്ല ഡൽഹിയിൽ ജാഗ്രത തുടരാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെട്രോ, റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ളവർക്ക് കർശന സുരക്ഷ നൽകിയിട്ടുണ്ട്. എയർപോർട്ടിലെത്തുന്ന ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റൊരു യുവതി കൂടി അറസ്റ്റിലായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകൃത ഇസ്ലാമിക ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ആണെന്ന സ്ഥിരീകരണത്തിലേക്കും ഡൽഹി പോലീസ് ഈ ഘട്ടത്തിൽ എത്തുന്നുണ്ട്.